ഗൈസ് വെൽക്കം ബാക്ക് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് മൈൻക്രാഫ്റ്റിനകത്ത് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങയില്ല. നമ്മളാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ഗൈസ്. സത്യം പറയാതെ എൻ്റെ കയ്യിൽ പിക്കാസ് പോലും ഇല്ല ഗൈസ്. എന്നിട്ടാണ് ഞാനാണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഞാനാണെങ്കിൽ പിക്കാസ് ഉണ്ടാക്കുന്ന പഠിച്ച് ഉള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ച് എന്നിട്ടുള്ള എനിക്ക് ഇത് അറിയത്തില്ല എന്ന് പറയുന്നത് മോശമാണ്. അതുമല്ല ഗൈസ്, എനിക്ക് ആകെ ഉള്ളത് ഇപ്പോൾ വെട്ടോത്തി ഇത്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കപ്പം കുറച്ച് പിക്കാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഗൈസ് നമ്മളിതുവരെയായിട്ട് വീഡിയോ കാണുന്നവരായിട്ട് നമ്മളെ ഒരു ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മിനിറ്റ്, ഇപ്പോൾ ഒരു പരിചയമുള്ള കണ്ണാണ് ഇവിടെ കണ്ടേ. എനിക്ക് തോന്നിയതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സോംബിയൊക്കെ ഇങ്ങനെ നമ്മൾ വില്ലേജ് മൊത്തം സോംബീസാണ്. എന്തോ കഷ്ടമെന്ന് പറയാനില്ലേ. സ്റ്റിക്ക് ഉണ്ടാകണം. അങ്ങനെ മൂന്ന് സ്റ്റിക്ക് കിട്ടി. 12 സ്റ്റിക്ക് ഉണ്ടാകും. ഇതിപ്പോൾ 10 ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് മേടിക്കും. പക്ഷെ എനിക്ക് അതൊന്നും എനിക്ക് വേണ്ട. ഒരു സോഡ് 3 ഇത്രയും മതി എനിക്ക്. ഇത്രയും കൊണ്ട് ഞാൻ ശരണം ഒക്കെ നമുക്ക് ഏളിൽ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിനോട് നമ്മൾ ഇതൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. നേരത്തെ ആണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടെങ്കിൽ എൻ്റെ കൈ കാണത്തില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോൾ നമ്മളെ കൈയൊക്കെ കാണുന്നത് മൈൻക്രാഫ്റ്റ് പോയപ്പോൾ എൻ്റെ ഒക്കെ കിടന്നങ്ങ് ഉറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മുറുമുറായി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി രാവിലെ തന്നെ മൈൻ ചെയ്യും പോകാം. എന്തെങ്കിലുമൊക്കെ അയൺ ആർമറും വേണ്ട. നേരത്തെ എൻ്റെ അയണ്ട പിക്കാസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അഹങ്കാരത്തിന് കൊണ്ട് കളഞ്ഞതാണ്. ഏമ്പക്കം നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഏമ്പക്കത്തിന് ഞാനാണെങ്കിൽ നൈസിന് എന്തോ ഇട്ട് കൊടുത്ത് ഏമ്പക്കത്തിന് നമ്മൾ ലെതർ ആർമർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര ലൈഫെന്ന് തോന്നുന്നു. പിന്നെ ഫുഡൊക്കെ നമുക്ക് കുറേ ഉണ്ട്. ഏമ്പൊക്കെ തടച്ചിട്ടിട്ട് പോകാം നമുക്ക്. അതല്ലേ നമ്മളെ വീട്ടിൽ ഇതുവരെയായിട്ട് വളർന്നിട്ടൊന്നുമില്ല. വീട്ടും വളർന്നില്ല, വിരളം വളർന്നില്ല. പിന്നെ നമുക്കിനിയും എന്തൊക്കെ വേണം? എൻ്റർടൈനെ കൊല്ലാൻ പോകാൻ ഫുഡ് വേണം. വേണം. അയ്യോ, എന്താണ് അങ്ങോട്ടത്? ഏമ്പക്കം പുറത്തോട്ട് ഇറങ്ങി. ഏമ്പക്കം ഏമ്പക്കം ചേട്ടാ, ഏമ്പക്കം അവിടെ നിന്ന് പുല്ല് നിന്ന് ഏമ്പക്കം പുറത്തോട്ട് ഇറങ്ങാൻ. ഇവിടുത്തെ കുറച്ച് ഞാൻ കൊള്ളാം, അല്ല എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം 5 ഓഗസ്റ്റ് ആണ്. കഴിഞ്ഞ് ഞങ്ങൾ പുറം തുറന്നിറങ്ങാം. ഏമ്പക്കം നിനക്ക് എന്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല? ഞാൻ ഡോറ് കാരണമാണോ? ഒരു മിനിറ്റ്, എന്താ ഏമ്പക്കത്തിന് ഇറങ്ങാൻ പറ്റാത്തത്? ഇരിക്കുന്നുണ്ടാകാൻ തോന്നുന്നു. നമുക്കത് പൊട്ടിക്കണം. അയ്യോ, പൊട്ടില്ല. കൈസി അളിഞ്ഞ ക്രീപ്പർ. എൻ്റെ വീടാണെങ്കിൽ പകുതിയും നശിപ്പിച്ച് ഈ ക്രീപ്പർ. എന്ത് പരിപാടി ഏമ്പക്കം? കാണിച്ചപ്പം വീരുത്താണ്. ഇത്ര നേരം ഇറങ്ങാൻ വയ്യ. ഏമ്പക്കം ഇപ്പം ഇറങ്ങിപ്പോക്കുന്നു. ക്രീപ്പറിനെ കൊണ്ട് ഏമ്പക്കം ഇവിടെ നിൽക്കുമോ? ഞങ്ങൾക്ക് കുറച്ച് ഏമ്പക്കത്തിന് പകുതി ലൈഫും പോയി. ഏമ്പക്കം നീ ചാവാൻ നന്നായി. നമുക്കപ്പം മൈനിങ്ങിന് പോയിട്ട് വരാം. വില്ലേജേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ട, കാടുകളിലേക്ക് പോകണ്ട. നമുക്ക് തുടങ്ങണം മൈൻഡ് ചെയ്തില്ല. അത് സാധനം പഴയ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തൊക്കെ എടുക്കാൻ മറന്നിട്ടാണ് ഞാൻ കിടന്നത്. അതല്ലാതെ
ആ നേണ്ട കോബിൾ സ്റ്റോൺ. പക്ഷേ കോബിൾ സ്റ്റോൺ എനിക്ക് ഇപ്പോൾ കണ്ട് ഇവിടുന്ന് മൈൻഡ് അതായിരിക്കും എൻ്റെ മൈനിങ് സ്പോട്ട്. എമ്പക്കം നീ അവിടെ അടങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ നമ്മൾ എമ്പക്കം നിന്നെ വിട്ടേക്ക് പോകാൻ വയ്യ. ഏമ്പക്കം അവിടെ നിന്നോളും ഗൈസ്. നിൽക്കല്ലേ ഏമ്പക്കം. ഇവിടെ ഏമ്പക്കം ഇത് അങ്ങോട്ട് പോവാ. ചേടാ നിന്നെ കൊണ്ട് ഇറങ്ങണ്ടായിരുന്നു, നിന്നെ കൊണ്ട് ഇറങ്ങിയാൽ മനസ്സിലായി. ഇത് നിൻ്റെ ഏമ്പക്കത്തിന് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ട് കൂടല്ലേ ഇത്. ഏമ്പക്കം കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മളെ പഴയ ഹൗസിലെ കൂടിനകത്ത് വയ്ക്കും. പിന്നെ ഞാൻ പിന്നെ ഗ്ലാസ് ഇട്ട കൂടിനകത്ത് കൊണ്ടുപോകും. നമുക്ക് മൈൻഡ് അവിടെ 5-6 ആടൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പോൾ ആടിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ തീ പിടിക്കാം. ഓക്കെ, ഇവിടാണ് മെയിൻ സ്പോട്ട്. അവിടെ നിന്ന് നമ്മൾ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തു. കോബിൾ സ്റ്റോൺ കണക്ട് ചെയ്തു. ഓക്കെ, കോബിൾ സ്റ്റോൺ നമ്മൾ കോബിൾ സ്റ്റോൺ കണ്ടിട്ടുണ്ട്. സ്മൂത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അത് നമ്മൾ കോബിൾ സ്റ്റോൺ ആണെന്നായി. അപ്പം തന്നെ എന്തോ ബുദ്ധിമുട്ടത് ഉണ്ടല്ലോ. രണ്ടടി ആഴം മതി. നമ്മൾ കോബിൾ സ്റ്റോൺ മൈനാണ്. പിന്നെ കോബിൾ സ്റ്റോൺ ജനറേറ്ററൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഗൈസ്. കോബിൾ സ്റ്റോൺ ജനറേറ്റർ അപ്പോൾ തന്നെ നമ്മൾ മൈൻ ചെയ്ത് 28 കൊള്ളാം. അപ്പോൾ മൈനിങ് ഇറങ്ങാം. തന്നെത്താനെ അങ്ങ് ഇതായിക്കോളും. എന്തുവാ, തന്നെത്താനെ കുറേ കോബിൾ സ്റ്റോൺ ആയിക്കോളും മൈനിങ് ഇറങ്ങി. കുറേ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം. നേരെ പോയിക്കൊണ്ടിരുന്ന കുറേ ഇത് എന്തുവാ സാൻഡോ മണ്ണ് എന്തെങ്കിലുമൊക്കെ കയറി വരും. ഓ, നമ്മൾ അറിയാതെ തന്നെ 46 കുറേ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് പോകണം. പക്ഷെ ഇതിപ്പോൾ എനിക്ക് മെയിനായിട്ട് അയണാണ് വേണ്ടത്. കുറച്ചുകൂടെ താഴോട്ട് പോവാം. ഞാൻ ടോർച്ച് എടുക്കാതെ വന്നത്. ടോർച്ചെല്ലാം അവിടെ വെച്ച് കത്തിപ്പോയി. ഒരു സ്റ്റാക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. ഒരു സ്റ്റാക്കായി പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ തിരിച്ച്. ഇങ്ങോട്ട് ഒരുത്തന്മാരും കയറാതിരിക്കുക. ഇങ്ങോട്ട് വിചാരി എന്താ നമുക്കും അത്ര അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കണം. രാത്രി ഇതിനൊരു മറ്റേ സാധനമൊക്കെ കയറാറ്. അത് നമുക്ക് തിരിച്ചു പോവാം. ഏമ്പക്കം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് പോവാം. ഓക്കെ, ഏമ്പക്കം നമുക്ക് ഇറങ്ങാം. ഏമ്പക്കത്തിന് 2 വിശാലമായിട്ട് തുറന്നിട്ട് കൊടുക്കണം. പിന്നെ ഏമ്പക്കം ഏമ്പക്കം സീനായിട്ടുണ്ട്. ഏമ്പക്കത്തിന് നല്ല സ്പീഡാണ്. പണ്ടത്തെ ഏമ്പക്കത്തിന് ഇത്ര സ്പീഡില്ലായിരുന്നു. നീ എൻ്റെ ഒരു ഏമ്പക്കം. ഓക്കെ, റീപ്പർ വന്ന് പൊട്ടിയപ്പോൾ സമാധാനമായി. എൻ്റെ വീടിൻ്റെ പണിയും കൂടെ നോക്കണം എനിക്ക്. ഇങ്ങനെ തുറന്നു വേണം. ഓക്കെ, ഏമ്പക്കം ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നു. നമുക്കിനി പിന്നെ കാണാം ഏമ്പക്കം. ഓക്കെ, അത് ഞാൻ ചെന്ന് ശരിയാക്കട്ടെ. രാത്രി റോമിങ് റീപ്പറും വന്ന് നമ്മൾ മൂട്ടി വന്ന് കയറി പൊട്ടും. ഓക്കെ, ഞാൻ പിന്നെ 5-6 ഇത് കളക്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എവിടത്തേക്ക് പുറത്തിറങ്ങണം. റീപ്പർ മറ്റേ റീപ്പറായിട്ട് ഞാനൊരു പ്രശ്നം ഇല്ലായിരുന്നു. റീപ്പർ തന്നെ എന്നൊരു പ്രശ്നമായി വന്നതാണ്. ഡോറില്ലല്ലോ ദൈവമേ. ഡോറ് ഞാൻ അവിടെ ചെന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നു. കൊള്ളാം, ഞഞ്ഞായി. ഇങ്ങനെ ഡോറ് കണക്ക് ആയതുണ്ട്. ഡോറുണ്ട്. ഭാഗ്യം 64 ഡോർ. അതിന് നേരത്തെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഏമ്പക്കമേ നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാനിത് ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. എന്തിനു വെറുതെ കരിയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഡോർ വെച്ചിട്ടുണ്ട്.
നല്ല വിശാലമായ ഡോർ. ക്രീപ്പറിനെ കൊണ്ട് ഇതാ പ്രശ്നം. പന്നനാവാം പക്ഷെ സോളോവേവാന്ന് നല്ലവനെ. ചില സമയത്തൊക്കെ നല്ല ക്രീപ്പർ മച്ചാൻ പിന്നെ നമുക്ക് സഹായിക്കും ചിലതിനൊക്കെ. ക്രീപ്പർ മച്ചാനാണെങ്കിൽ നമ്മളെ ഇതിനെ സഹായിക്കും. എന്തുവാ വല്യമ്മയിൽ നമ്മളെ തട്ടാൻ വന്നാൽ അതിൻ്റെ പുറകെ അത് പൊട്ടിത്തെറിക്കും. നമ്മൾ ഷീൽഡ് എടുത്ത് പിടിച്ചാൽ മതി. പുള്ളിക്കാരൻ്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. ഓക്കെ, അങ്ങനെ 69 കോബിസ്റ്റോൺ ഉണ്ട്. അത് ഒരു സ്റ്റാക്കായിരിക്കും തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് വിളവൊക്കെ എടുക്കാൻ പോകണം. ഇതുവരെയായിട്ട് വളർന്നൊന്നും ഇല്ല. എല്ലിയിലും അങ്ങനെ. എന്തിനു ഞാൻ വെറുതെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഒന്ന് പൊട്ടിത്തെറിക്കുക വെറുതെ ഇങ്ങനെ കിടത്താനായിട്ട്. നമ്മളല്ലേ നമുക്ക് ഇറങ്ങാഞ്ഞത്. ഞാൻ നോക്കാം ക്രീപ്പർ വന്നിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഓക്കെ, നമുക്കിനി നേരെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്. നമുക്ക് നീ ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകത്തില്ല. എന്നെ കൊണ്ടുപോയിട്ട് ഇനിയും അതിൽ അടുത്ത ക്രീപ്പർ വന്നിട്ട് എന്നെ മൂണ്ടിലിട്ട് പൊട്ടിക്കാൻ. രാത്രി ആവാറായോ? അയ്യോ, രണ്ടൊരു താരാടെ ഇവിടെ തന്നെ. അണുപടാ നേണ്ടെണ്ണം വന്നിട്ട് വീണ് കിടക്കുന്നത്. പക്ഷെ നമുക്കപ്പം നാട് മുഴുവൻ തെണ്ടാം ആഹാരത്തിന് വേണ്ടി. അതുകൊണ്ട് ആടൊക്കെ ഇരിക്കുന്നു. ആടിനെ കൊന്നിട്ട് നമുക്ക് കുറേ ഇതൊക്കെ വേണം. എന്തുവാ സ്റ്റോൺ ആക്സ് വേണം. ഇനി ഫുഡിനായിട്ടുള്ള തിരക്കിലാണ് ഞാൻ. നമുക്ക് ആർമറൊക്കെ വേണമെന്ന്. ഈ ആർമറില്ല, അതാ പ്രശ്നം. ഓക്കെ, എന്താണ് വില്ലേജേഴ്സ് പോയി എന്നൊക്കെ വന്നത്? ഓക്കെ, അത്രേ ഉള്ളൂ. സോറി മക്കളെ. കൊച്ചു കള്ളി ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു. ഓക്കെ, പുള്ളിക്കായി. അയ്യോ ഞാനെന്തായി കാണുന്നേ? രാത്രിയാവാൻ പോണോ? ഏമ്പക്കത്തിനെ കൊണ്ടുവരാൻ വന്നാൽ മതിയായിരുന്നു. അയ്യോ അയ്യോ അയ്യോ, ഓടിക്കോ. എടാ എൻ്റെ വീട് എവിടെയാണ് ഇപ്പോഴത്തെ? എൻ്റെ ആളിയാ, എൻ്റെ അവസാനം അതുകൊണ്ട് അവിടാണ് വീട്. കണ്ടമ്പഴി ഓടറ വീടും തുറന്നിട്ട്. സമാധാനമായി. അതാരും നിൽക്കുന്നേ? അത് ഏമ്പക്കം. എടാ നടന്നു പോകാൻ സമയമൊന്നുമില്ല. മറ്റേ കുഴി. മനുഷ്യൻ്റെ ജീവൻ പോകുന്നു. വീട് തുറന്നിട്ടേക്കുമല്ലായിരുന്നു. ഒന്ന് പെട്ടെന്ന് പോടാ. ഇവളുള്ള സോംബിയുടെ കടിയൊന്നും മേടിക്കാൻ എനിക്ക് വയ്യ. കേറ്. എൻ്റെ ശ്വാസം ഇപ്പോഴാണ് നേരം വീണ്. അങ്ങനെ കുറച്ച് ഫുഡായി ഗൈസ്. നമുക്കിനിയും പ്ലാങ്ക്സ് അഞ്ചാറെണ്ണം എടുക്കാം. തുറക്ക്. നമ്മൾ തുറന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോയുടെ സമയം കഴിയാറായോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ഒന്ന് നിർത്തും, അതാണ് പ്രശ്നം. ഓക്കെ, എൻ്റെ 2 സ്റ്റാക്ക് ഡോറുണ്ടോ? ശരി, സീനാണല്ല. മണ്ടത്തരേ. ഇപ്പോൾ നമ്മൾ മറ്റേ ഇത് മേളിലാണ് വെച്ചേക്കുന്നത്. ഫർണേസ് മേളില്ല. അതുകൊണ്ട് അത് നമുക്ക് എളുപ്പപ്പണിയായില്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഇതൊന്നും എടുത്താൽ പോരെ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് മീറ്റ് വേവിക്കാൻ വെക്കുന്നു ഫ്രണ്ട്സ്. ഓക്കെ, ഫസ്റ്റ് മീറ്റ് 3 ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല, 3 പോകത്തുള്ളൂ. 2 എഗ്ഗ് കിട്ടി. നമുക്കൊരു എഗ് ഫാം ഒന്ന് തുടങ്ങിയല്ലോ. ചുമ്മാ എഗ് ഫാം ഒന്നും തുടങ്ങുന്നില്ല. അതെന്തോ ഞാനിപ്പോൾ കണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കോടാലി ആക്സൊക്കെ താഴെ കൊണ്ട് വെച്ചിട്ട് വരാം. നാളെ നമുക്ക് പോകുന്നത് ഓണ്ട ക്രീപ്പർ തന്നെ. ഒരു കോഴി കൊണ്ടവിടെ ഇരിക്കും. എന്നാലും വേണ്ട, വെറുതെ എന്തിനാ റിസ്ക് നമുക്ക് റിസ്ക് സാപ്പിടന്മാരി എന്ന് പറഞ്ഞാൽ ഒന്നായി നമ്മൾ സ്കെൽറ്റം വന്ന് നമ്മുടെ തലവണ്ടയിലോട്ടായിരിക്കണം റിസ്ക് സാപ്പിടണമാതിരി കേടി വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ പിക്കാസും മാക്സും ബാളും എല്ലാം ഇതിനകത്തേക്ക് വെക്കാം. നമ്മളെ ഏക ചൂസ് വെക്കുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മളിനി ഇവിടെ മറയ്ക്കണോ? വേണ്ട, അതൊരു കാര്യം കയറിയൊന്നും വരത്തില്ലെന്ന്. ഞാൻ ഇത്ര നാളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്നാൽ എന്നെയൊന്നും പറയില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ തിരിച്ച് മുന്നോട്ട് കയറി പോവാം. നമുക്കിനി മുറുമുറാവണം. എന്നിട്ട് വേണം. അതെന്തോ നമ്മൾ ചാവുന്ന കൂട്ടിയത്? അത് ഗ്ലിച്ചാണെന്ന് തോന്നുന്നത്. ഞാനിത് ഫസ്റ്റ് തൊട്ടേ ഗ്ലിച്ച് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ മരം നിൽക്കുന്നു. ഇന്ന് നമ്മൾ ഞാൻ ഫുഡ് റോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമുക്ക് ഫുഡ് റോസ്റ്റ് ചെയ്തിട്ട് വരാം. ഫുഡ് റോസ്റ്റ് ചെയ്തിട്ട് വരാമല്ലോ. ഫുഡ് തിന്നിട്ട് വരാം. ബന്ധം തോന്നുന്നു. കഴിഞ്ഞു. ബേക്കഡ് ചിക്കൻ സീൻ. അതെ, പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേനെ. കാര്യം എൻ്റെ കൈ കൊണ്ട് വീഡിയോ ഓഫ് ആയിരുന്നു.
ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നന്നായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എന്നിട്ട് ഫുൾ സോഴ്സിൽ വെക്കാം. അയ്യോ എങ്ങോട്ടേ പോന്നേ ചേടാ. നമുക്ക് ഇങ്ങനെ കൈ വെച്ചടിക്കാം. അയ്യോ ഇതിനകത്തില്ലേ നമ്മൾ കൊണ്ടുവെക്കുന്നത്. നമുക്ക് ഏമ്പക്കത്തിൻ്റെ കൂട്ട്, നമുക്ക് ഏമ്പക്കത്തിൻ്റെ കുഞ്ഞിനെയൊക്കെ കൊടുത്തല്ലേ, വേണ്ട എന്തിനാ വെറുതെ. ഇനി അതിനെയും കൂടെ നോക്കണം ഞാൻ. അത് നമ്മളപ്പം ഫസ്റ്റ് ഫുഡ് സോഴ്സ് എടുത്ത് വെക്കുന്നു ഫ്രണ്ട്സ്. യെസ് മോനെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി എന്തോ മരമൊക്കെ മരമല്ലല്ലോ പുറത്തോട്ട് പെട്ടെന്നാണ് കഴിച്ച് രാത്രിയാവുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ ആകെ ഉള്ളത് ഈ ഒരു ജഡ്ഡി മാത്രമേ ഉള്ളൂ. ഈ ഷഡ്ഡി ഇട്ടുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനെന്ന് ഞാൻ ഓർക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഷഡ്ഡി ഇട്ടുകൊണ്ട് നമുക്ക് നേരെ മൈൻ ചെയ്യാൻ ഇറങ്ങാം. ആകെ ഉള്ളത് മാത്രമേ ഉള്ളൂ. അത് കാരണം നമുക്ക് ഇപ്പോൾ വേറെ ചെയ്യാൻ വേണ്ട. നമ്മൾ താടിയൊക്കെ വെച്ച് നീലക്കറിൻ്റെ താടിക്ക് ഓക്കെ. നമ്മൾ വേറൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അത് നമുക്കിപ്പം തിരിച്ച് നേരം മൈനിങ്ങിന് പോകണം. ആ ടൂൾസ് എല്ലാം എടുത്ത് ഞാൻ അതിനകത്തിൽ വെച്ചേക്കുന്നത്. ഏമ്പക്കത്തിനെ കൊണ്ട് ഞാനിനി പോക്കില്ല. ക്രാഫ്റ്റ് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഏമ്പക്കത്തിനെ കൊണ്ട് പോകത്തുള്ളൂ. 16 കടന്നില്ല, 16 ആവുന്നു എഴുതി കിടക്കുന്നത്. ഓക്കെ, നമുക്കിനിയപ്പോൾ എവിടെ നിന്ന് കേവ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ എടാ, ക്രീപ്പറിന് രാവിലെ ഒന്നും മനസ്സമാധാനമായിട്ട് പോകാനും സമ്മതിക്കത്തില്ല. എന്ത് കഷ്ടമാണെന്ന് പറ. ആ കോഴി കണ്ടിരിക്കുന്നു, കോഴിയെ കൊല്ലാം. അത് ആ കോഴിയെ കൊന്ന് ചിക്കനും ആയി. നമുക്കപ്പോൾ ഓടിപ്പോവാം. ഓക്കെ, നാളെ ട്രോൾ ജീവിക്കുന്നത് നാട്ടുകാർ ഓസിൽ തന്നെ ജീവിക്കാം. എന്താ ഇപ്പോൾ ശബ്ദം കേട്ടെ? അല്ലേ വേണ്ട, ഓസണം. നമുക്കിനി നേരെ അവിടെ പോയിട്ട് അതിനെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ കഴിയും. കുതിരയെ കൊന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ആകെയുള്ള മറ്റേ എന്താ മറ്റേ സാധനം കിട്ടും. എന്താ അവിടെ ഒരു ക്രീപ്പർ പൊട്ടിച്ചെന്ന് തോന്നുന്നു. എങ്ങനെ ക്രീപ്പർ പൊട്ടിച്ചതുകൊണ്ട് നല്ല അസല് പൊട്ടിക്കായിരുന്നു. ലെറ്റ്സ് ഗോ. ഇതമ്മ ഓടുന്നല്ല എന്തോ ആമറെല്ലാം കിട്ടാൻ പറ്റുന്നത്. അവിടെ എനിക്ക് ഇതുവരെയായിട്ട് ഈ ഒരു പ്ലേസിൽ കയറിയിട്ട് ഒരു ആർമർ കിട്ടിയിട്ടില്ല. എന്തോ ഒരു ആയം കിട്ടിയിട്ടില്ല. നമ്മളത് കുഴിച്ച് ഉടക്കുന്നുണ്ട്. അത് സീക്രട്ട് വഴി ഉണ്ടാകാൻ പറ്റിയില്ല. അത് മൊത്തം എടുത്ത് ഇത് തന്നെയാണ്. നമ്മൾ ബീച്ചിലെത്തിയിരുന്നു. അയ്യോ നന്നായി പന്തറ അവിടെ പോയത്. അതെന്തോ പറ്റിയത്? ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഓ ചുമ്മാ അല്ല. അടുത്ത എക്സ്ക്യൂട്ടത് കഴിച്ചില്ല. ഓ നന്നായി. നമുക്ക് എന്തെങ്കിലും ഒരു ഫാമൊക്കെ തുടങ്ങണം. ഞാനാണെങ്കിൽ വില്ലേജാണെങ്കിൽ ചുമ്മാ അരങ്ങിയിരുന്ന് നടക്കുക. ഒരു അയൺകുളത്തിന് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ അയൺകുളത്തിന് ഉണ്ടാക്കുക സ്മൂത്ത് സ്റ്റോൺ എടുത്ത് ചെങ്കുളത്ത് ഉണ്ടാക്കാൻ നോക്കിയാൽ ഒരു മണ്ടനാണ് ഞാൻ. അയ്യോ എന്തോ എൻ്റെ താഴെക്കൂടെ ഒരു വഴി വരുന്നത്. ഇത് പെട്ടെന്ന് ഇപ്പോൾ രാത്രിയാകുന്നു. ഇതെന്താ ഈ കുതിരയുടെ കുഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു ശോഭനം. രണ്ടിനും തട്ടിട്ട് തട്ട്. താങ്ക് യു. എല്ലാത്തിനെയും കൊന്നു. പൊട്ടിക്ക്. എനിക്ക് ഫുഡ് വേണം. ഫുഡിനുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരു കരുണയും ഇല്ല ആരോടും. വില്ലേജസിനെ കൊന്നു തിന്നാനാണെങ്കിൽ ഞാൻ റെഡിയായി. അപ്പോൾ ആദ്യത്തെ അവസാനത്ത് നോക്കുക. നമ്മൾ വേണ്ട ഇവിടെ ആയിട്ടായിരിക്കും കഴിച്ച് കുറേ ആയം കിട്ടാൻ സാധ്യതയുള്ളത്. ഇത് കഴിഞ്ഞ് നമുക്കിവിടെ 2-3 ദിവസം സ്പെൻഡ് ചെയ്യുന്നില്ല. വേണ്ട എന്തോത്തിന് നമ്മൾ രാത്രി ഇറങ്ങി പോടെ. ഇങ്ങനെ മൈൻഡ് ചെയ്യുന്ന റിസ്ക്കാണൊരു കാര്യമുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കേ പാർട്ടീസ് ഇറങ്ങും. അതെ അപ്പം
അവിടെ നിന്നൊക്കെ കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ 36 മതി. നമുക്കിനിയിപ്പോൾ ഇവിടെ ഇട്ട് ഇത് വയ്ക്കുക. ഡയറക്റ്റ് പറയാം. അല്ലെ നമ്മളാ ചെറുക്കാൻ കയറി നമ്മളെ ബാക്കിലോട്ട് അമ്പ് വിടും. അതെ അവളോ ഈയമ്പൊക്കെ ഇടാ. ഇങ്ങേറിന്ന് നമുക്ക് എന്തോ മറ്റേ എൻചാൻറ്റിങ് ചെയ്യുന്ന ബുക്ക് മേടിക്കാൻ പറ്റുമോ? ഡാ റെഡി നോക്കട്ടെ. ഷെടി ഇങ്ങനെ മൊത്തം ബുക്ക് മാത്രമേ ഉള്ളടാ. കൊള്ളാല്ല. ഞാൻ പിന്നെ തരാം കേട്ടാ. നമുക്ക് ഇങ്ങേറെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഇറങ്ങിപ്പോയി. രണ്ടുപേരുണ്ട്. പക്ഷെ ഇവരെവിടെ കിടന്ന് ഉറങ്ങുന്നേ? സത്യം കേട്ടോ, ഇവിടെ എവിടെ കിടന്ന് ഉറങ്ങുന്നേടി. പിന്നെ വില്ലേജസ് വീടുണ്ടാക്കുന്നതിനും സീനായിട്ടാണ് മണ്ടന്മാരവൻ. ഒരു ഇത് കണ്ടോ? ഇവിടെ ഇങ്ങനെ വെച്ചാൽ പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് താഴോട്ട് വീഴത്തില്ല. നമുക്ക് എന്തെങ്കിലും ചാടാം. അമ്മിന് കുഞ്ഞുമാമി ഞാനീ കാണുന്നില്ല. എന്താണ് അമ്മിണി ഇവിടെ പടി. പിന്നെയാ ആളൊരു പിന്നെ നീ പിന്നെ പറയൂടി അള്ള പെണ്ണ. കോഴിയമ്മ നിൽക്കുന്നു. 2 ലൈഫേ ഉള്ളൂ. 2 തട്ട് കൊടുക്കുക. അപ്പം ചാവും. നമുക്ക് ഇനിയും കുറേ ഫുഡ് വേണം. അപ്പം നമുക്ക് കുന്തപ്പനാണ്ടി എല്ലാം കൂടെ വന്ന് എൻ്റെ ബാക്കിലോട്ട് വിടും. അതെ ചാടിക്കോ. ഞഞ്ഞായി ചാടി. എന്തായാലും സൂപ്പർ ചാട്ടമായിരുന്നു. നല്ല ചാട്ടം. എന്നാ വളഞ്ഞ ചാട്ടം. ഒരു മുണഞ്ഞ ചാട്ടമായി പോയി. ഓക്കെ അവിടെ എൻ്റെ വീട്. ഇതെന്തോടെ എൻ്റെ വീടങ്ങ് ഹിമാലയത്തിലാണോ? സത്യമില്ല കൈസ്. ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കി മഞ്ഞ് കെട്ടി കിടക്കുന്നു. എൻ്റെ പൊന്നടാവേ. നിൽക്കുന്ന എന്തുവാണ്? ഇണപ്രാവുകളായിട്ടുള്ള 2 സാധനം ഇല്ലയോ നിൽക്കണേ? ഞങ്ങൾക്ക് നൈസിനങ്ങ് തട്ടാം. ഒരു ഇണപ്രാവ് അങ്ങ് പോയി. കാര്യമില്ല, വിഷമിക്കണ്ട, ഞാനുണ്ട്. ഓക്കെ അടുത്ത ഇണ വേണ്ടിയിരിക്കുന്നു. നിൻ്റെ ഇണ ചത്തുപോയി. അപ്പോൾ നിന്നെയും കൂടെ കൊല്ലാൻ പറഞ്ഞു. ഇത് വേണ്ട 2 ഇണ. അങ്ങ് പ്രസവിച്ചു ഗൈസ്. വേണ്ട, അതിൻ്റെ കുഞ്ഞിനെ തട്ടിപ്പോ. തട്ട് എല്ലാത്തിനും തട്ട്. അയ്യോ സോറി കുഞ്ഞ്, എൻ്റെ അമ്മ ചത്തുപോയി. അത് കൂള് വരുത്തില്ല. അത് കഷ്ടമായി പോയി. അപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞ് ഞങ്ങൾ സ്വർഗത്തിൽ പോയി ജീവിക്കട്ടെ. അതിന് എന്നെ കൂടെ കൊല്ലും. എൻ്റെ കുഞ്ഞിനെയും കൂടെ കൊല്ലണം. കൊള്ളാം, നല്ല അമ്മ. ഓക്കെ നമുക്കപ്പോൾ മേലോട്ട് പോകാം. അയ്യോ നമ്മളിനി അണ്ടർ ഡ്രാഗനെ കൊല്ലാനൊക്കെ പോകും. അതിനായിട്ട് പോർട്ടലൊക്കെ ഉണ്ടാക്കണം. പോർട്ടലൊക്കെ ഉണ്ടാക്കാൻ പോർട്ടലില്ല. നമ്മൾ മറ്റേ നെതറിൽ കയറണം. നെതറിൽ നമ്മൾ സന്ദർശിക്കണം. സന്ദർശിച്ചില്ലെങ്കിൽ നെതറിലുള്ളവർക്ക് നമ്മളോട് ഒരു പണക്കം തോന്നും. നമുക്കിനി നെതറിലത്തെ മറ്റേ സംഭവമൊക്കെ കണ്ടുപിടിക്കാം. എന്താ പറയുക ഇപ്പം. അപ്പോൾ നമുക്ക് ബീഫ് ഇപ്പോൾ വെയിറ്റ് എടുക്കാം. നമുക്കപ്പോൾ കുറേ സാധനമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എടുത്ത് എൻഡ് ചെയ്യാൻ പോകുന്നു. കാര്യം വീഡിയോ ലോങ്ങായി നീ അറിഞ്ഞൂടാ. അതൊന്ന് തന്നെ പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യാൻ കാര്യം. നമ്മൾ ഇനിയിപ്പം എൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.